ലൈവിൽ ഭയങ്കര ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നടക്കുന്ന ബഹളം പുതിയ ക്യാപ്റ്റനായ ആദില പറഞ്ഞു, സ്റ്റോർ റൂമിലേക്ക് വേറെ ആരും പോകണ്ട, ക്യാപ്റ്റനായിട്ടുള്ള ഞാൻ തന്നെ പൊയ്ക്കോളാം. അപ്പോഴത്തേന് അനീഷിന് പ്രശ്നം തുടങ്ങി. അനീഷ് പറഞ്ഞു, ഇത്രയും നാൾ ഞാൻ പോയെങ്കിൽ ഞാൻ തന്നെ ഇനിയും പോവും. ക്യാപ്റ്റന് ശ്രദ്ധയ്ക്ക് എന്നുള്ളൊരു ലെറ്ററാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാനത് വായിക്കത്തില്ല. ബാക്കിയുള്ളത് എന്താ വന്നാലും ബെല്ലടിക്കുമ്പോൾ ഞാൻ പോയി എടുക്കുമെന്നുള്ള ഒരു വാക്ക് പറഞ്ഞു. അപ്പോഴത്തേന് ഷാനവാസും അക്ബറും ഉൾപ്പെടെയുള്ളവരെല്ലാം എണ്ണിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഒരാൾ മാത്രമായിട്ട് അവിടെ പോകേണ്ടെന്ന കാര്യമില്ല. ഇത്രയും നാൾ നിങ്ങൾ എവിടെ ആയിരുന്നെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. താൻ അവിടെ നിന്ന് മിണ്ടാതിരിക്കണമെന്നും പറഞ്ഞിട്ട് ആദില അനീഷിന് നേരെ ഭയങ്കര ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അനീഷ് ഒരു ശകലം പോലും കേൾക്കത്തില്ല. അനീഷ് പറയുന്നത്, ആര് പോയില്ലെങ്കിലും ഞാൻ പോവും. ഇപ്പം ആര് ഇവിടുത്തെ ക്യാപ്റ്റനായി വന്നാലും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ ഇതുവരെ ഞാൻ പോയെങ്കിൽ ഇനിയും ഞാൻ പോവും. എന്നെ വിലക്കാൻ നിങ്ങളാരാണ്? ക്യാപ്റ്റൻ്റെ ശ്രദ്ധയ്ക്കെന്നുള്ള ലെറ്റർ ഒഴിച്ച് ബാക്കി ഏത് കാര്യവും ഞാൻ പോയി എടുത്ത് വായിക്കും. എന്നെ ആർക്കും തടയാൻ പറ്റത്തില്ലെന്നാണ് അനീഷ് വാദിക്കുന്നത്. അക്ബർ പറയുന്നുണ്ട്, ക്യാപ്റ്റൻ്റെ ശ്രദ്ധയ്ക്കെന്നുള്ള ലെറ്റർ വരുമ്പം അത് ഇയാൾ വായിക്കത്തില്ലെന്ന് ആർക്കറിയാം? ഇയാൾ വായിച്ചിട്ടാണ് കൊണ്ടുവന്ന് ക്യാപ്റ്റന് കൊടുക്കുന്നതെങ്കിലോ? ഇപ്പോൾ ഫുഡിൻ്റെ കാര്യമായാലും മെഡിസിൻ്റെ കാര്യമായാലും എല്ലാം വരുന്നത് ഇയാൾക്ക് തന്നെ പോയി എടുക്കണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? അതിൻ്റെ കാര്യമില്ല. ഇവിടെ ക്യാപ്റ്റൻ ഉള്ളപ്പം ക്യാപ്റ്റൻ തന്നെ പോയി എടുക്കണമെന്ന് അക്ബർ പറയുന്നുണ്ട്. ഷാനവാസ് ഉൾപ്പെടെയുള്ളവരും അതിനെ എതിർക്കുകയാണ്. പറയുന്നുണ്ട്, ഇവിടെ ആരും പോകണ്ട, ക്യാപ്റ്റൻ തന്നെ പോട്ടെ, ആ ഒരു റെസ്പോൺസിബിലിറ്റി ക്യാപ്റ്റൻ തന്നെ ഏറ്റെടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ അനീഷ് അതിന് തയ്യാറാവത്തില്ല. ബിന്നി ഇരുന്ന സമയത്തും അനീഷ് ഇതിനെപ്പറ്റി ബിന്നിയായിട്ട് ഭയങ്കരമായ വഴക്കുണ്ടായതാണ്. പക്ഷേ ഇതിപ്പോൾ പ്രശ്നം വഷളാവുന്ന ലക്ഷണമാണ്. ആദില പറയുന്നുണ്ട്, താനൊന്നും മിണ്ടാതിരിക്കടോ, ഞാനിവിടെ അഡ്മിനായിട്ടുണ്ടെങ്കിൽ, ഞാൻ ക്യാപ്റ്റനായിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും താൻ പോകാൻ പറ്റത്തില്ല, ഞാൻ പോവും. എത്ര രാവിലെ ഒരു ലെറ്റർ വന്നെന്ന് പറഞ്ഞാലും ഞാൻ രാവിലെ എണ്ണീച്ചോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പോകുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ പോയി എടുത്ത് കാര്യങ്ങൾ ചെയ്തോളാം എന്ന് ആദില പറയുകയാണ്. അനീഷ് ആണെങ്കിൽ ഒട്ടും അതിനോട് യോജിക്കുന്നില്ല. അനീഷ് പറയുന്നത്, നിങ്ങളൊക്കെ ഇത്രയും നാളും എവിടെ ആയിരുന്നു? എന്നെ വിലക്കാൻ നിങ്ങൾ ആരാണ്? ഈ ഒരു ചോദ്യം തന്നെ കുറഞ്ഞ ഒരു അരമണിക്കൂറായിട്ട് അനീഷ് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്റ്റോർ റൂമിലേക്ക് ഞാൻ തന്നെ പോകും, ലെറ്റർ ഞാൻ തന്നെ എടുക്കും, ക്യാപ്റ്റൻ്റെ ലെറ്റർ ഞാൻ വായിക്കത്തില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും സ്റ്റോർ റൂമിലത് ഞാൻ തന്നെ ചെയ്യുമെന്നാണ് അനീഷിൻ്റെ വാശി. അനീഷിൻ്റെ വാശി സമ്മതിച്ചു കൊടുക്കാൻ ആദില ഉൾപ്പെടെയുള്ളവർ തയ്യാറല്ല.